എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ കാര്യത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഷ്ട വ്യക്തിയെ ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ തത്തമ്മയെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ബന്ധം ദൃഢമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ച് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളടുത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അതിലേറെ ആഗ്രഹമുണ്ട് ആ വ്യക്തി എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്നും ആ വ്യക്തിയുടെ സ്നേഹവും ആ വ്യക്തിയുടെ ജീവിതത്തിലെ നന്മയും നിങ്ങൾ വേണ്ടുവോളം അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം മുഴുവനും ഉള്ളതും. പക്ഷെ ആ വ്യക്തി നിങ്ങളെക്കാൾ കുറച്ച് മൂല്യങ്ങൾ കൂടുതലുള്ളൊരു വ്യക്തിയാണെന്ന് ആ വ്യക്തി ഒന്നുകിൽ അതിന് യാഥാർത്ഥ്യമാകാം, അല്ലെങ്കിൽ അതിന് കവിഞ്ഞ ആ വ്യക്തി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിലോ ഒരുപക്ഷെ സൗന്ദര്യത്തിലോ ഒരുപക്ഷെ സാമ്പത്തികമായ നിലയിലോ ആ വ്യക്തി നിങ്ങളെക്കാൾ സ്വല്പം മുന്നിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ മുന്നിട്ട് താൻ നിൽക്കുന്നു എന്ന് ആ വ്യക്തി ചിന്തിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ നിങ്ങളുടെ ഈ ബന്ധത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മേൽക്കോയ്മ ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളോട് പല കാര്യങ്ങളും പറയുന്നതിലും നിങ്ങളോട് ഒപ്പം പല കാര്യങ്ങൾ ചിന്തിക്കുന്നതിലും ഒക്കെ ആ വ്യക്തി ആ മേൽക്കോയ്മ കാണിക്കുന്നുണ്ട്. ആ മേൽക്കോയ്മ ആ വ്യക്തിയിൽ കടന്നു പോകുന്നുണ്ട്. അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വ്യക്തി എത്രത്തോളം നിർണായകമാണ് എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് പലപ്പോഴും സ്വല്പം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ടാകുന്നുണ്ട്. മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതം താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയേക്കാൾ കുറച്ച് കൂടിയതാണ്, അല്ലെങ്കിൽ കുറച്ച് മുന്തി നിൽക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ആ വ്യക്തി ചിന്തിക്കുകയും അങ്ങനെ രീതിയിൽ ആ വ്യക്തി കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വഭാവങ്ങൾ നിങ്ങളോട് കാണിക്കുകയും അതിൻ്റെ ഒരു ശൈലി നിങ്ങളിൽ ആ വ്യക്തി നൽകുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഏതെല്ലാം തരത്തിലുള്ളതാണെങ്കിലും ആത്മാർത്ഥമായ സ്നേഹം മനസ്സിലുണ്ടായിരിക്കെ തന്നെ നിങ്ങളെക്കാൾ സ്വല്പം ഞാൻ മുതിർന്നതാണ്, വലുതാണ്, അല്ലെങ്കിൽ എനിക്ക് മൂല്യം കൂടുതലാണെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ ചിന്തയോടെ ആ വ്യക്തി പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നും. കാരണം നിങ്ങൾ അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിഷമിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ സമ്മാനിക്കപ്പെടുന്നുണ്ട്. ആ വേദനകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കരുതുകയാണ്, എൻ്റെ വ്യക്തിക്ക് എന്നോട് ഒട്ടും ആത്മാർത്ഥതയില്ലേ, എന്നോട് സംസാരിക്കുന്നില്ലേ, എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല? ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്തത്? ഓരോ നിമിഷവും ഓരോ സമയത്തും ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ആ വ്യക്തി എന്നോട് സ്നേഹിക്കുന്നില്ല, എന്നെ വിഷമിപ്പിക്കുന്നു, എൻ്റെ മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ച് വിലയിരുത്തുന്നു. പക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിലെ കുറേ ചിന്തകളാണ്. ആ വ്യക്തിയുടെ മനസ്സിലെ കുറേ ചിന്തകൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം അകറ്റുകയാണ്. ഉള്ളിൽ സ്നേഹമുള്ളപ്പോഴും തൻ്റെ വ്യക്തിയുടെ മുമ്പിൽ തനിക്ക് തൻ്റെ വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നത് ഒരു കുറച്ചലോ താൻ താഴ്ന്നു പോകുമോ എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്. അടുത്തതായിട്ട് ഹൃദയ ചിഹ്നം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഭ്രാന്തമായ ഒരിഷ്ടം എന്നും നിങ്ങൾക്ക് സമ്മാനിക്കുന്നൊരു വ്യക്തി. നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കൾ ആ വ്യക്തിക്കുണ്ടായി. നിങ്ങളെ പിന്താങ്ങിയതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായി. നിങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും പിന്താങ്ങുകയും ചെയ്തതിൻ്റെ പേരിൽ ഒന്നിക്ക് പുറകെ ഒന്നായി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നൊരു വ്യക്തി. ചില പ്രതിസന്ധികൾ ആ വ്യക്തിയുടെ ശൈലി കൊണ്ടുണ്ടായതാണ്. എങ്കിൽ പോലും
നിങ്ങളെ പിന്താങ്ങി എന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ജീവിതം കടന്നുപോയൊരു വ്യക്തി, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് ആ വ്യക്തിക്കുള്ളത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, അതിൻ്റെ എല്ലാ നിലപാടുകളും ആ വ്യക്തിയിൽ വ്യക്തമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും, എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളോടൊത്ത് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്നേഹക്കൂടുതലിൽ ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ മാത്രമല്ല, ആ വ്യക്തി മറ്റു തരത്തിൽ ചില ആളുകളോട് ചില കടപ്പാടുകൾ ആ വ്യക്തിക്കുണ്ടായി. പക്ഷെ അവരൊക്കെ ആ വ്യക്തിയെ കൊള്ളയടിക്കുകയോ പറ്റിക്കുകയോ ചെയ്തു. അങ്ങനെ ഹൃദയത്തിൽ വിഷമമുണ്ടായി. നിങ്ങളോട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയും സ്നേഹവും കാണിച്ചൊരു വ്യക്തിയാണ് ആ വ്യക്തി. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലൊരു ദുഃഖം ഉണ്ടാകരുതെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചു. എന്നും നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ആ വ്യക്തിയുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ എന്തിലേക്കും പെട്ടെന്ന് എടുത്തു ചാടി ആനുപാതികമല്ലാത്ത രീതിയിൽ പ്രതികരിച്ചു. പെട്ടെന്ന് കോപം വരികയോ ആനുപാതികമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്തൊരു വ്യക്തി. എത്രയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും നിങ്ങളോടുള്ള ഇഷ്ടം ഹൃദയത്തിൽ എന്നെന്നും സൂക്ഷിച്ച് മുന്നോട്ട് പോയി. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച, നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു വ്യക്തി, സ്നേഹത്തിന് പരിധി വെക്കാൻ മറന്നുപോയൊരു വ്യക്തി. ആ സ്നേഹം പലപ്പോഴും നിങ്ങളെ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? നിങ്ങൾ പോലും കരുതിയിട്ടുണ്ട്. എൻ്റെ അധികാരങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ ആ വ്യക്തി പിടിച്ചെടുക്കുന്നത് അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ നിങ്ങളെ പല കാര്യത്തിൽ ഉപദേശിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഒരു സമയമാണ് ഇഷ്ടമായിരുന്നു പ്രധാനപ്പെട്ടത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളെ സ്നേഹിച്ച വ്യക്തി റെസ്ട്രിക്ഷൻസ് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ന്യായവാദങ്ങൾ കൊണ്ട് നിങ്ങളുടെ അധികാരം തട്ടിയെടുക്കുകയല്ലായിരുന്നു, നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുകയായിരുന്നു. നിങ്ങളെ എന്നെന്നും സ്നേഹിക്കുന്ന, നിങ്ങളെ എന്നെന്നും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ല. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദുഃഖം ഉണ്ടാക്കാൻ ആഗ്രഹമില്ല. സ്നേഹിക്കുക മാത്രമാണ് നിങ്ങളോട് ചെയ്തത്. ആ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്കറിയാമായിരുന്നു. പക്ഷെ സ്നേഹിച്ച് അതിന് ഒരു പരിധി വെക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു ജീവിതമാണ് ആ വ്യക്തിയുടേത്. ആ വ്യക്തിയെ ദുഃഖിപ്പിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അമിതമായി ഇഷ്ടപ്പെടുന്നു, മറ്റൊന്നും നോക്കുന്നില്ല, അത് മാറ്റിയെടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പിന്തുണയും എപ്പോഴും വേണം.